ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ എലോറ കേവ്സിലാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഈ സ്ഥലം ഭാരതീയ കലാചരിത്രത്തിലെ ഒരു മനോഹരമായ അധ്യായമാണ്. പലരുടെയും യാത്രാവിവരണങ്ങൾ വായിച്ചപ്പോൾ ഈ അത്ഭുതമൊന്ന് കാണണമെന്ന് പലതവണ ആഗ്രഹിച്ചതാണ്. ഇന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഔറംഗാബാദിൽ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. നല്ല വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം തൊട്ടടുത്തുണ്ട്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടാൽ കാർ പാർക്കിങ്ങിലേക്ക് എത്താൻ സാധിക്കും. അവിടെ നിന്നും ടിക്കറ്റ് എടുത്തതിനു ശേഷം ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇവിടെ നല്ല ചൂടാണ്. നമ്മൾ പോകുന്ന എല്ലാ ഗുഹകളിലും പലയിടങ്ങളിലായാണുള്ളത്. അവിടങ്ങളിൽ കുടിവെള്ള സൗകര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ട് വെള്ളം കയ്യിൽ കരുതി. അവിടെയുള്ള ഓരോ ഗുഹകളിലേക്കും ബാറ്ററി വാഹനങ്ങളുടെ സഹായത്തോടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ ആഴ്ചയിൽ ചൊവ്വാഴ്ച അവധി ദിവസമാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് സന്ദർശന സമയം. എലോറയിൽ മൊത്തം 34 ഗുഹകളുണ്ട്. ഹിന്ദു, ബൗദ്ധ, ജൈൻ മതങ്ങളുടെ ശില്പകലയുടെ അത്ഭുതങ്ങൾ ഇവിടെ കാണാൻ കഴിയും. 6-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഗുഹകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുള്ള ഗുഹകൾ 3 മതങ്ങൾക്കായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. 17 ഹിന്ദു ഗുഹകളും 12 ബുദ്ധിസ്റ്റ് ഗുഹകളും 5 ജൈൻ ഗുഹകളുമാണ് ഇവിടെയുള്ളത്. ഇതിൽ 1 മുതൽ 12 വരെയുള്ള ഗുഹകൾ ബുദ്ധഗുഹകളായി അറിയപ്പെടുന്നു. 13 മുതൽ 29 വരെയുള്ളവ ഹിന്ദു ഗുഹകളാണ്. 30 മുതൽ 34 വരെയുള്ളത് ജൈൻ ഗുഹകളും. ഹിന്ദു ഗുഹകളിൽ പ്രധാനമാണ് കൈലാസ ക്ഷേത്രം. ഇത് ശിവന് സമർപ്പിച്ചിരിക്കുന്നു. ബൗദ്ധ ഗുഹകൾ പ്രത്യേകമായി പ്രാർത്ഥനാ മഠങ്ങളായി ഉപയോഗിക്കപ്പെട്ടതാണ്. കൈലാസ ക്ഷേത്രം ഒരു വലിയ ശില്പമാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് ഏകദേശം 7 വർഷം എടുത്തിരിക്കാം എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ഈ ശില്പം 2 ലക്ഷം ടൺ പാറ നീക്കം ചെയ്ത് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. അതും മുഴുവൻ ഒരൊറ്റ പാറയിൽ നിന്നാണ്. ശില്പകലയുടെ സൂക്ഷ്മതയും പുരാതന നിപുണതയും അത്രയും അത്ഭുതം കാഴ്ചവെക്കുന്നു. ഇവിടെ നിന്നും നീക്കം ചെയ്ത പാറയുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് ഈ പ്രദേശത്തു തന്നെ പല കോട്ടകളും നിർമ്മിച്ചതായി ചരിത്രരേഖകൾ പറയുന്നു. ഈ കൈലാസ ക്ഷേത്രം ലോകത്തെ മികച്ച എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ ദൈർഘ്യം 276 അടി, വീതി 184 അടി, ഉയരം 107 അടിയുമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ താഴെ ഭാഗം തന്നെ ആദ്യമായി മുറിച്ചെടുത്തു. ഉപരിതലത്തിൽ നിന്നാണ് ഓരോ നിലയും തീർത്തത്. ഗണിതം, ജ്യോതിശാസ്ത്രം, എഞ്ചിനീയറിംഗ് എല്ലാം ചേർന്ന കലയാണ് ഇത്. പാറയുടെ ശക്തിയും ദിശയും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് സൂര്യപ്രകാശം അകത്തേക്ക് പ്രവേശിക്കുന്ന വിധത്തിൽ കവാടങ്ങളും തുറന്ന ജനൽപ്പാളികളും. ഇവിടത്തെ ബുദ്ധഗുഹകൾ 6-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ഹിന്ദു ഗുഹകളാകട്ടെ 7 മുതൽ 8-ാം നൂറ്റാണ്ട് വരെ പണി കഴിപ്പിച്ചിട്ടുള്ളതും. ജൈൻ ഗുഹകൾ 9 മുതൽ 10 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. എലോറ കേവ്സ് 400 വർഷം കൊണ്ട് ആണ് പൂർണ്ണമായി രൂപം കൊണ്ടത് എന്ന് ചരിത്രരേഖകൾ പറയുന്നു. ഇത് കുഴിച്ചെടുക്കുന്നതിനു മാത്രമായി 7 ലക്ഷം മാൻ അവേഴ്സ് എങ്കിലും പ്രവൃത്തി ചെയ്യണം എന്നതാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്.
ഇവിടെ ആകെ 34 ഗുഹകളുണ്ട്. ഈ 34 ഗുഹകളിൽ ചില ഗുഹകൾ അതീവ പ്രാധാന്യമർഹിക്കുന്നു. 16ാമത്തെ ഗുഹയിലാണ് കൈലാസ ടെമ്പിൾ ഉള്ളത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഒറ്റപ്പാറയാൽ നിർമ്മിച്ച ശില്പമാണ്. 10ാമത്തെ ഗുഹയിലാണ് വിശ്വകർമ്മ കേവ്. ബൗദ്ധ സങ്കേതമായ ഈ ഗുഹയിൽ ബുദ്ധൻ്റെ ജീവിതകഥകളും ഭംഗിയുള്ള ശില്പങ്ങളും ഉണ്ട്. 32, 33 ഗുഹകൾ ജെയിൻ കേവ്സിൽ ഉൾപ്പെടുന്നവയാണ്. ജൈനമതത്തിൻ്റെ സമാധാനവും ആത്മീയതയും ചിത്രീകരിക്കുന്നവയാണ് ഇവ. ഈ കാണുന്ന ആനയുടെ ശില്പവും ഒറ്റക്കല്ലിൽ പണികഴിപ്പിച്ചിട്ടുള്ളതാണ്. എലോറയിൽ കാണുന്ന നിർമ്മാണം റോക്കട്ട് ആർക്കിടെക്ചറിൽ എന്നതിൽ പെടുന്നു. പാറയുടെ മുകളിലൂടെ താഴോട്ടാണ് ക്ഷേത്രങ്ങൾ തീർക്കുന്നത്. ഇത് അത്യന്തം പ്രയാസകരമായ ഒരു ശില്പരീതിയാണ്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകതകൾ ശിവൻ, വിഷ്ണു, ഗണപതി, പാർവതി തുടങ്ങിയ ദേവതാ ശില്പങ്ങളാണ്. ബുദ്ധൻ്റെ ജീവിതം ചിത്രീകരിക്കുന്ന ബൗദ്ധ ഗുഹകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ താമസിച്ചിരുന്ന പ്രാദേശികർ ഈ ഗുഹകളെപ്പറ്റി നേരത്തെ അറിവുള്ളവരായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഇവിടത്തെ ക്ഷേത്രങ്ങൾ സംസ്കാരത്തിൻ്റെയും മതപരമായ ആചാരങ്ങളുടെയും ഭാഗമായി നൂറ്റാണ്ടുകളോളം നിലകൊണ്ടിരുന്നു. എന്നാൽ ഇതിൻ്റെ ആർക്കിടെക്ചറൽ പ്രാധാന്യവും ചരിത്രപരമായ സവിശേഷതകളും ലോകം അറിഞ്ഞു തുടങ്ങിയത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലായിരുന്നു. 1819, 1824 കാലഘട്ടങ്ങളിൽ ജോൺ ബി സീലി എന്ന ബ്രിട്ടീഷ് യാത്രികൻ്റെ രേഖകളിലൂടെയാണ് എലോറ കേവ്സിൻ്റെ അസ്തിത്വത്തെപ്പറ്റി ലോകം അറിയാൻ ഇടവന്നത്. എലോറ ഒരു മതഭാവനയുടെ വിസ്മയമാണ്. ഇവിടെ 3 മതങ്ങൾ ഒരേ സ്ഥലത്ത് സഹവർത്തിത്വത്തോടെ നിലകൊള്ളുന്നു. ഇത് ഭാരതത്തിൻ്റെ മതസംവിധായകതയുടെ അടയാളമാണ്. ഇവിടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതൊരു സഞ്ചാരമായല്ല അനുഭവപ്പെടുന്നത്, മറിച്ച് ഇതൊരു ചിന്താപഥമാണ്. എലോറയിൽ ഓരോ ഗുഹയും ഓരോ കഥയാണ് പറയുന്നത്. പുരാതന ഇന്ത്യയുടെ കലാസംവിധാനവും ആത്മീയതയും. ഇവിടെ ഒരു ദിവസം ചിലവഴിക്കുന്നത് നമുക്ക് പഴയ കാലത്തെ അനുഭവിക്കാൻ ഒരു അവസരമാണ് തരുന്നത്. ഇവിടെ എത്തിയില്ലെങ്കിൽ ഒരു വലിയ ചരിത്രപാഠം നഷ്ടമാണ്. ഇത് കണ്ടു മടങ്ങുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ലോകമഹാത്ഭുതം തന്നെയാണല്ലോ ഇത് എന്ന് തോന്നിപ്പോകും. കൂടുതൽ കാഴ്ചകൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ ദൃശ്യാത്ഭുതങ്ങൾ നിങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയട്ടെ.